ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഡൈമയുടെ ഫൈനൽ എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഗോക്കും ഫ്രണ്ട്സിനും ഗോമയുടെ നെറ്റിലുള്ള ആ ഒരു തേർഡ് ഐ എങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്ന് മനസ്സിലായി. അതിനുശേഷം വെജിറ്റയും ഗോമയും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഗോമയും ഗോക്കുവും തമ്മിലുള്ള ഫൈറ്റിന് റെഡിയായി ഗോക്കു സൂപ്പർ സൈൻ 4 മാറുന്നതാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് തന്നെ ഗോക്കും ഗോമയും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടല്ലോ, ഗോമയേക്കാൾ ഒരു പിടി പവർഫുൾ ആയത് നമ്മുടെ ഗോക്കുവാണ്. എന്നാൽ പതിവ് പോലെ നമ്മുടെ ഗോമയാണെങ്കിൽ ആ ഒരു തേർഡ് ഐ പവർ വെച്ച് ഗോക്കുവിന്റെ ഈക്വലായി നമ്മുടെ ഗോമ പവർഫുൾ ആയി മാറുന്നു. ഫൈറ്റിൽ അങ്ങനെ ഗോമ ഒരു മാജിക് ടൂൾ വെച്ച് ഒരുപാട് ചെറിയ ബോൾസ് ഒക്കെ വെച്ച് നമ്മുടെ ഗോക്കുവിന് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ അതൊക്കെ തടഞ്ഞ് ഫൈറ്റ് ചെയ്ത് പിന്നെയും തന്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഈ സമയം നമ്മുടെ ഗോമയാണെങ്കിൽ ചുറ്റുമുണ്ടായ പാറക്കഷ്ണങ്ങളൊക്കെ എടുത്ത് ഗോക്കുവിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും എന്നാൽ നമ്മുടെ ഗോക്കു അതിൽ നിന്നും ഈസിയായി പുറത്തു വന്ന് ഗോമയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയം നമ്മുടെ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കു കുറച്ചധികം ഒന്ന് ക്ഷീണിച്ചിട്ടാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ഗോമയാണെങ്കിൽ പിന്നെയും തേർഡ് ഡേ വെച്ച് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഇവരുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ എന്താണോ ഫൈറ്റിൽ നടന്നത് അത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗോക്കു പവർഫുൾ ആകും, ഗോമയെ അടിക്കും. എന്നാൽ ഇഞ്ചുർഡ് ആയ ഗോമയെ ആ ഒരു തേർഡ് ഐ പവർ വെച്ച് പഴയതുപോലെ റിക്കവർ ആക്കുകയും പവർഫുൾ ആക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഫൈറ്റിൽ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ കാര്യമില്ല എന്ന് മനസ്സിലായി നമ്മുടെ ഗോക്കു ഫൈനലി തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് കാമേഹാമേഹ ഗോമയുടെ നേരെ വിടാൻ വേണ്ടി പോകും. എന്നാൽ ഇത് മനസ്സിലാക്കി നമ്മുടെ ഗോമ അതിനെതിരെ ഒരു വലിയ എനർജി ബോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു കാമേഹാമേഹ ഗോമയുടെ ആ ഒരു എനർജി ബോൾ തന്നെ ഇല്ലാതാക്കി ഗോമയുടെ വയറും തുളച്ചു പോകും. അതുകൂടാതെ ആ ഒരു കാമേഹാമേഹയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ ഒരു എല്ലാ ഡീമൺ റലവും തുളച്ചാണ് പുറത്തേക്ക് പോകുന്നത്. ഗോക്കുവിന്റെ ഈ ഒരു പവർ കണ്ട് നമ്മുടെ ഷിന്നും വെജിറ്റയും ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ ഈ സമയം നമ്മുടെ ഗോമയാണെങ്കിൽ വീക്കായിട്ട് താഴേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ പിക്കലോ പ്ലാൻ പ്രകാരം ഗോമയുടെ തലയ്ക്ക് പുറകിൽ പോയി 3 തട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ആ ഒരു ഗോമയുടെ നെറ്റിയിലുള്ള തേർഡ് ഐ പുറത്തേക്ക് വരണമെങ്കിൽ ഗോമയുടെ തലയുടെ പുറകിലായി 3 തട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പിക്കലോ 2 അടി കൊടുത്ത് 3ാമത്തെ അടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം നമ്മുടെ ഗോമ ഇത് മനസ്സിലാക്കി പിക്കലോയും അടിച്ചിടുന്നു. അങ്ങനെ ഈ സമയം ഗോമയാണെങ്കിൽ ആ ഒരു തേർഡ് ഐ പവർ വെച്ച് പതിയെ ഹീല് ചെയ്ത് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഗോമ ഹീല് ചെയ്യുന്നത് മനസ്സിലായി. ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി അവിടെ ഉണ്ടായ ബാക്കിയുള്ള എല്ലാ ഗോമയുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. എന്നാൽ നമ്മുടെ ഗോമയാണെങ്കിൽ ഇത് മനസ്സിലാക്കി എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുന്നുമുണ്ട്. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന മട്ടിൽ ഇങ്ങനെ ഗോമ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മാജിൻ കു കറക്റ്റായി ഗോമയുടെ തലയുടെ പുറകിൽ എത്തുന്നു. പിന്നെ മാജിൻ കു ഒന്നും നോക്കിയില്ല, ആ ഒരു കയ്യിലുണ്ടായ ബുക്ക് വെച്ച് ഗോമയുടെ തലയുടെ പുറകിലായി 3 അടിയങ്ങ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഗോമയുടെ തലയിൽ നിന്ന് തേർഡ് ഐ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗോമ പഴയതുപോലെ ചെറുതായി ആ ഒരു ഒറിജിനൽ ഫോമിലേക്ക് വരുന്നു. അത് കൂടാതെ ആ ഒരു തേർഡ് ഐ കറക്റ്റ് നമ്മുടെ ഗ്ലോറിയോയുടെ കാലിനടുത്താണ് എത്തുന്നത്. അങ്ങനെ ഗ്ലോറിയോയും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേർഡ് ഐ ചവിട്ടി പൊട്ടിക്കുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ മാജിൻ കൂവിനെ എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഗോക്കുവിനോടും എല്ലാവരും താങ്ക്സ് എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ പിടിച്ചു വെച്ച ഗോമയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോമയാണെങ്കിൽ നെവയോട് പറയുന്നുണ്ട്, നീ ഇവരുടെ കൂട്ടത്തിൽ കൂടി എനിക്ക് പണി തരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ ഇത് കേട്ട് നെവയൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഗോമയെയും അതുപോലെ തന്നെ ഡെഗിസുവിനെയും നമ്മുടെ മാർബയുടെ കയ്യിലുള്ള ആ ഒരു മാജിക് ജയിലിൽ അടച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം അവസാനിച്ചെന്ന് കഴിയുമ്പോഴാണ് ഇനി അടുത്ത ഡീമൺ കിങ് ആരാണ് എന്നൊരു ചോദ്യം വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷിന്ന് അനിസുവിനോട് പറയുന്നത്, നിനക്കല്ലേ ഏറ്റവും കൂടുതൽ ഡീമൺ കിങ് ആകാനുള്ള ആഗ്രഹം, നീയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് നമ്മുടെ ഷിന്ന് അനിസുവിനോട് പറയുന്നു. എന്നാൽ നമ്മുടെ അനിസു ആണെങ്കിൽ ഷിന്ന് ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ ഷിന്ന് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഉള്ളിൽ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്കറിയാമെന്നും നമ്മുടെ ഷിൻ പറയുന്നു. അങ്ങനെ ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നെവ വന്നിട്ട് പറയാൻ തുടങ്ങും, വെറുതെ അങ്ങനെ ആർക്കും ഡീമൺ കിങ് ആകാൻ സാധിക്കില്ല. ആരാണ് നിലവിലുള്ള സുപ്രീം ഡീമൺ കിങ്ങിനെ ഡിഫീറ്റ് ചെയ്തത്, അവരാണ് യഥാർത്ഥത്തിൽ അടുത്ത സുപ്രീം ഡീമൺ കിങ്. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും നമ്മുടെ മാജിൻ കൂവിനെ നോക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ മാജിൻ കൂവിനല്ലേ നിലവിലുള്ള ഡീമൺ കിങ് ആയിട്ടുള്ള ഗോമയെ ഡിഫീറ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ മാജിൻ കൂ ആണെങ്കിൽ എന്ത്, ഞാനാണോ അടുത്ത സുപ്രീം ഡീമൺ കിങ്? അങ്ങനെ ഇത് കേട്ട് കൂവും ഷോക്കായി വളരെയധികം ഹാപ്പി ആകുന്നു. എന്നാൽ ആദ്യം തന്നെ നമ്മുടെ മാജിൻ കൂ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീസുവിനെ വൈസ് സുപ്രീം ഡീമൺ കിങ് ആക്കി മാറ്റി. ഇത് കേട്ട് നമ്മുടെ അനീസുവും ഷോക്കാകുന്നു. നമ്മുടെ മാജിൻ കൂ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്യേണ്ടേ എന്ന രീതിയിലാണ്
രീതിയിലാണ് പറയുന്നത്. അത് കൂടാതെ നമ്മുടെ മാജിൻഡു, നെവ, മാർബ, ഗ്ലോറിയോ, അതുപോലെ നമ്മുടെ പാൻസിയുടെ ഫാദറും അവരുടെ ആൾക്കാർ എല്ലാവരും തന്നെ മിനിസ്റ്റർ ആക്കി വെക്കും. അങ്ങനെ പാൻസിയുടെ ഫാദർ പറയുന്നുണ്ട്, നമ്മളൊക്കെ തേർഡ് ഡീമൺ തലത്തിലുള്ള ആളാണ്, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതുവരെ ഇതുപോലുള്ള പദവിയൊന്നും ആരും തന്നിട്ടില്ല എന്നും പറഞ്ഞ് അവരെല്ലാവരും വളരെയധികം ഹാപ്പി ആകും. കൂടാതെ നമ്മുടെ മാജിൻകു ആണെങ്കിൽ ഗോക്കും ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ഔട്ട്സൈഡിൽ നിന്നും വന്ന നിങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തതിൽ വളരെയധികം നന്ദി എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോക്കും ഫ്രണ്ട്സും എല്ലാവരും തേർഡ് ഡീമൺ തലത്തിൽ എത്തുന്നു. ഫാൻസി അവിടെ ഉണ്ടായ സ്റ്റോൺസ് ഒക്കെ നമ്മുടെ ബുൾമയ്ക്ക് കൊടുക്കുന്നു. ഈ സമയമാണ് നമ്മുടെ വെജീറ്റ ഗോകുവിനോട് പറയുന്നത്, നിന്റെ ആ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷനിൽ മാറിയില്ലെങ്കിൽ ഞാൻ ഗോമയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുമായിരുന്നു. അത് കൂടാതെ വെജീറ്റ ഇവിടെ ദേഷ്യത്തിൽ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ എന്തിനാണ് നീ മറച്ചു വെച്ചത് എന്ന രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗോകു പറയുന്നത്, ഈ ഒരു സൂപ്പർ സൈൻ 4ന് വേണ്ടി ഞാൻ ഒരുപാടധികം ട്രെയിനിങ് ചെയ്തിരുന്നു, എന്നാൽ ഇത് ഇത്രയും പവർഫുൾ ആണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നും ഇവിടെ ഗോകു പറയുന്നുണ്ട്. അപ്പോൾ ഗോകുവും തിരിച്ച് വെജീറ്റയോട് ചോദിക്കുന്നുണ്ട്, നീ സൂപ്പർ സൈൻ 3ൽ മാറിയ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്നാൽ വെജീറ്റയ്ക്ക് അതിന് ഉത്തരം മുട്ടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ നെവ ഡെൻഡയോട് ചോദിക്കുന്നത്, എനിക്ക് ഇവിടെ നാമക്കൻ പ്ലാനറ്റിൽ എന്റെ കൂടെ നിന്നുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഡെൻഡെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ എർത്തിന്റെ ഗാർഡിയനാണ്, എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് എന്നും പറയുന്നു. അവസാനം നമ്മുടെ നെവ പറയുന്നു, ഡീമണ്ടലം പഴയതുപോലെ സമാധാനമായതുകൊണ്ട് ബാക്കിയുണ്ടായ നാമക്കൻസ് ഒക്കെ ഇവിടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്നും നെവ അവസാനമായി പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു ഡീമണ്ടലത്തിന്റെ ഗേറ്റ് ഒക്കെ ഇപ്പോൾ പോയതുകൊണ്ട് അവിടെ ഉണ്ടായ ആ ഒരു എയർ പ്രഷറും കുറഞ്ഞു, അവിടെ ഉണ്ടായ മറ്റു ഡീമൺസിനൊക്കെ ഈസി ആയിട്ട് പറക്കാനൊക്കെ ഇപ്പോൾ സാധിക്കും. കൂടാതെ അവരെല്ലാവരും ഇപ്പം വളരെയധികം ഹാപ്പിയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഗോകുവും ഫ്രണ്ട്സും പഴയതുപോലെ എർത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഗോകു ഗ്ലോറിയയോട്, നമ്മൾ വരുന്ന വഴി ആ ഒരു കുറച്ച് ബഗ്സ് ഒക്കെ വാങ്ങിയില്ലേ, ആ ഒരു ഷോപ്പിൽ ഒന്ന് നിർത്തണേ എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലോറിയ ആണെങ്കിൽ പോകുന്ന വഴി നിർത്താമെന്ന് പറഞ്ഞ് അവരങ്ങനെ ആ ഒരു ഷോപ്പിന് മുൻപിൽ എത്തുന്നു. അങ്ങനെ ആ ഒരു കടയുടെ ഉള്ളിൽ കയറി നമ്മുടെ ഗോകുവിനെ കാണുന്ന ആ ഒരു ഷോപ്പിന്റെ ഓണർ, ഇവർ ഇത്ര വേഗം വലുതായ എന്ന രീതിയിൽ ഗോകുവിനെയും ഷിന്നിനെയും നോക്കുന്നു. ഈ സമയം നമ്മുടെ ബുൾമയാണെങ്കിൽ അവിടെ ഉണ്ടായ ആ ഒരു ബഗ്സിനെ കണ്ട് പേടിച്ച് പുറകിലോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു കടയുടെ ഓണർ ബുൾമയുടെ അടുത്ത് പോയിട്ട് പറയുന്നത്, ഈ ഒരു ബഗ്സ് കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം ഇരട്ടിയാക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട് നമ്മുടെ ബുൾമയാണെങ്കിൽ എന്നാൽ ഇത് മുഴുവൻ എടുത്ത് എന്ന രീതിയിലും ഇവിടെ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ പാൻസിയെ കാണിക്കുന്നത്. പാൻസി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നും നോക്കി അവസാനം ഒരു പൊടി പിടിച്ച ഒരു കുപ്പി എടുത്ത് നോക്കുന്നു. ആ ഒരു കുപ്പിക്കുള്ളിലാണെങ്കിൽ നമ്മുടെ തേർഡ് ഡീമണായി വിൽക്കാൻ വെച്ചത് കാണുന്നു. അപ്പോഴാണ് ആ ഒരു ഷോപ്പിന്റെ ഓണർ പറയുന്നത്, അത് തേർഡ് ഡീമണായി ആണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇവിടെ നിന്നും ഇത് വാങ്ങിക്കൊണ്ടു പോയതാണ്, പിന്നീട് ഇത് ആരും തന്നെ വാങ്ങിയിട്ടില്ല, നിങ്ങൾ ഇത് മുഴുവനായും എടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാമെന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോകുവും ഫ്രണ്ട്സും ഇത് കേട്ട് ഞെട്ടുന്നതോടുകൂടി ഡ്രാഗൺ ബോൾ ഡൈമയുടെ സീസൺ 1 ഇവിടെ അവസാനിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ ഒരു അവസാനത്തെ എപ്പിസോഡ് കുറച്ചുകൂടി അടിപൊളിയാക്കാമായിരുന്നു എന്ന് തോന്നി. കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ ഇവിടെ അവസാനിച്ചത്. ഡ്രാഗൺ ബോൾ ഡൈമ എങ്ങനെയുണ്ട് എന്നതിനെ പറ്റി നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുപോലെ ഞാൻ ഡ്രാഗൺ ബോൾ AFന്റെ കാര്യം ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടതാണ്. കുറച്ച് നാൾ നമ്മൾ ഡ്രാഗൺ ബോൾ AF ചെയ്യുന്നില്ല, കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് പതിയെ ചെയ്തു തുടങ്ങാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.